നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും വി ഡി സതീശനെയും വിമർശിച്ച് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ സുഖിച്ച് വാഴുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പി.വി. അൻവർ ആഫ്രിക്കയിൽ 4000 കോടി രൂപ നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ആ തുക ആരുടേതാണെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. പിണറായി വിജയനും പി.വി. അൻവറും കെ.ടി. ജലീലുമെല്ലാം ചേരുന്നതാണ് കള്ളക്കടത്ത് സംഘമെന്ന് ശോഭാ സുരേന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു. ചിരിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം തുറന്നു പറയണമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. എടോ വി ഡി സതീശ, തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത്. വി ഡി സതീശനും പാർട്ടിക്കാർക്കും മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പിണറായി വിജയന്റെ പ്രേമഭാജനമാണ് വി ഡി സതീശൻ എന്ന് ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. പിണറായി ഇടയ്ക്കിടെ വി ഡി സതീശന് തുണ്ടുകടലാസിൽ കത്തയക്കും. വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള കാര്യമാണ് ആ കത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഒന്നാണ് പൂരം കലക്കിയതിനെ കുറിച്ചുള്ള സതീശന്റെ കഥയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എടോ വി ഡി സതീശ, തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത്. തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശനും വി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് ഒരു വിഷയമേ അല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി. ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ, അതിൽ മുസ്ലിം ഉണ്ടോ? മയക്കുമരുന്നിന്റെ മുന്നില് മുസ്ലിമുണ്ടോ, ക്രിസ്ത്യാനിയുണ്ടോ, ഹിന്ദുവുണ്ടോ? ഇവിടെ അമ്മ പ്രസവിച്ച, ഉമ്മ പ്രസവിച്ച, അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾക്കകത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പം നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. എന്തേ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാവാതിരുന്നത്? ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്ന് അൻവർ പറയുകയാണ്. നേരത്തെ അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ കൊള്ളമുതൽ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ പുറത്തു ചാടിയ ഒരാൾ മാത്രമാണ് പി.വി. അൻവർ എന്ന് മുതിർന്ന ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.